കംബോഡിയ ഒരു അനുഭവം തന്നെയായിരുന്നു. നമ്മുടെ പോലത്തെ കാലാവസ്ഥ, മഴ, മാങ്ങ, തേങ്ങ, കവുങ്ങ്. രാവിലെ അവരെന്താ കഴിക്കാന്നറിയാമോ? ഞാൻ 3 ചാൻസ് തരാം. ചോദിക്കണ്ട, ചക്കയാണ്. ചക്കയല്ല, തെറ്റി. 2 കൂടി തരാം. കപ്പയോ അല്ല. 1 2 3 5 എന്ന് പറയുന്നത് ചോറ്. അടുത്ത് വന്നു കഞ്ഞി. കഞ്ഞി എന്ന് മാത്രമല്ല, അവര് അതിനെന്താ പറയാന്നറിയാമോ? കഞ്ഞി. നമ്മള് കേരളമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ജാനുവരിക്ക് മകര എന്നാണ്. മകര, കുംഭ, മീന, മീസ. അപ്പൊ നമ്മുടെ മലയാള മാസം പോലെ. ഏറ്റവും എനിക്ക് അത്ഭുതപ്പെട്ട് തോന്നിയത് ഈ മാസങ്ങളാണ്. നവംബർ, കർക്കിടക, വൃശ്ചിക. ഒരു വയസ്സായും 8 മാസവും 10 മാസമായ കുട്ടിയുടെ അങ്ങനത്തെ ക്രൂരതയാണ്. ഈ കന്നഡ വെക്കുന്നവരെല്ലാവരും കൊല്ലും. കന്നഡ എന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയാം. വായിക്കുന്നത് വിപ്ലവത്തിനെതിരാണ്, കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് സിദ്ധാന്തങ്ങൾക്കെതിരെ. സതീശൻ, കമ്മ്യൂണിസത്തിൽ സ്വത്തില്ല, സ്വത്ത് പൊതുമുതലാണ്, ഇത് പാർട്ടിയുടെയാണ്. ഓങ്ക എന്നാ പറയാ പാർട്ടി. ഓങ്ക എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ നടത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പോലും പറയില്ല. ചോദിക്കാമോ എന്നറിയില്ല, ഒരു UN സിവിൽ മോഡി അവിടെ ശ്രദ്ധിക്കുന്നില്ല. 1970 ഞാൻ ചേർന്നപ്പോൾ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ 3-4 മാസങ്ങള് കാത്തിരിക്കണം. വിസയൊക്കെ കിട്ടാത്തതുകൊണ്ട് എന്താ വിസ എന്ന് പോലും അറിയാൻ പാടില്ല. അംബാസഡറൊക്കെ വലിയ കാര്യമെന്നാണ് അന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ നമുക്കറിയാം അംബാസഡർ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ പണിയൊന്നും. നമ്മൾ ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനോടൊക്കെ വലിയ ദേഷ്യമാണ്. ഒരു UN ഉദ്യോഗസ്ഥനായിട്ട് പാകിസ്ഥാനെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് ആഗോള തലത്തിൽ അതിന് പ്രതിഫലമുണ്ടാകും. IAS കിട്ടുന്ന ശമ്പളം 5000 രൂപയായിരുന്നു. 91 പറയുന്നത് എന്ന് പറഞ്ഞാൽ 13 കൊല്ലത്തോളം ജോലി ചെയ്തിട്ട് 5000 രൂപയാണ് എനിക്ക് തിരുവനന്തപുരത്ത് ശമ്പളം കിട്ടിയിരുന്നത്. MP ജോസഫ് സാർ, ABC ടോക്കിലേക്ക് സ്വാഗതം. MP ജോസഫ് IAS എന്ന് പറയും. ആർന്നൊന്നും വിളിക്കണ്ട. നമസ്കാരം സാർ. നമസ്കാരം. സിവിൽ സർവീസ് മേഖലയിൽ കേരളത്തിൽ ഏകദേശം 20 വർഷം, അത് കഴിഞ്ഞ് UN സിവിൽ സർവീസിൽ 20 വർഷം. അപ്പോൾ സാറിനെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തപ്പം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഞങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം, എന്താണ് ഈ ഇന്ത്യൻ സിവിൽ സർവീസും UN സിവിൽ സർവീസും? ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് തന്നെ വളരെ വിരളമായ ആൾക്കാർ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് UN സിവിൽ സർവീസിലേക്ക് എത്തിയ ആൾക്കാരിൽ ഒരാളാണ് അങ്ങ്. ഇത് രണ്ടും സെയിം ആണോ? എന്താണ് ഇത് തമ്മിലുള്ള ഒരു ഒരുപാട് വ്യത്യാസമുണ്ട് ഗോവിന്ദൻകുട്ടി. ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കയറാന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 ലക്ഷം പേര് അപേക്ഷിച്ച് 8 ലക്ഷം ചെറുപ്പക്കാര് 21 വയസ്സ് തുടങ്ങി ഇപ്പോൾ 31, 32 ഞാനുള്ള കാലത്ത് 21 തുടങ്ങി 25 വയസ്സ് വരെയ്ക്ക് 3 തവണ അതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ, 3 തവണ എഴുതാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ 5ഉം 8ഉം 10 തവണയൊക്കെ എഴുതാം. അങ്ങനെ എഴുതി 10 ലക്ഷം പേര് അപേക്ഷിച്ച് 8 ലക്ഷം പേര് എഴുതി. അതിൽ നിന്ന് ഏതാണ്ട് 15,000 പേരെ മെയിൻസിലേക്ക് വിളിച്ചവർ 8 ലക്ഷത്തിൽ നിന്ന് 15,000 പ്രിലിമിനറിയിൽ കുറയ്ക്കുകയാണ്. അല്ല, പ്രിലിമിനറിയിൽ ഈ 8 ലക്ഷത്തിൽ നിന്ന് 15,000 കുറച്ചിലെത്തും. അവര് മെയിൻസ് എഴുതണം. 15,000 പേര് മെയിൻസിൽ എഴുതി 2,000 ശിഷ്ടം പേരെ ഇന്റർവ്യൂവിന് വിളിച്ച് അതിൽ നിന്ന് മൊത്തത്തിൽ ഏതാണ്ട് 900 പേരെ എടുത്ത് IAS അതില് ഇപ്പോ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, അതായത് വേറെ റിസർവേഷനും ഇതൊന്നും ഇല്ലെങ്കിൽ വെറും 40-50 പേർക്ക്, ആദ്യത്തെ 40 പേർക്ക് മാത്രം കിട്ടുന്ന ഒരു സർവീസാണിത്. അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന പോലെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു IAS ആക്കുന്നത് ഈ പരീക്ഷയല്ല. പരീക്ഷയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, 10 ലക്ഷത്തിൽ നിന്ന് 40 കുറയ്ക്കുക, അല്ലെങ്കിൽ 100 കുറയ്ക്കുക, ഫിൽട്ടർ ചെയ്യുക, എലിമിനേഷൻ ഇല്ലാതാക്കുക എന്നാണ്, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. IAS ഞങ്ങൾ സിവിൽ സർവൻസ് ആക്കുന്നത് 2 വർഷത്തെ മസൂരിയിലത്തെ ട്രെയിനിങ്. അതിൽ 1 വർഷം അവിടെയും 1 വർഷം നാട്ടിലും. ഞങ്ങളെ ഏത് സംസ്ഥാനത്തേക്കാണോ കാഡർ എന്നാ പറയാ, ഏത് കാഡറിലേക്കാണോ ഞങ്ങളെ നിയോഗിക്കുന്നത് ആ കാഡറിൽ എത്തുന്ന. ഈ മസൂരിയിലെ ട്രെയിനിങ് IAS, IPS, IFS ഇതെല്ലാം ഒരുമിച്ചായിരിക്കും അല്ലേ? അല്ല, അതൊരു 4 മാസം ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ബാക്കി IASന്റെ മാത്രമാണ് അവിടെ ട്രെയിനിങ്. IPS ശിവരാംപള്ളിയിലാണ്, ഹൈദരാബാദിൽ. ഞാൻ ആദ്യം എഴുതിയപ്പോൾ എനിക്ക് IAS കിട്ടിയില്ല കേട്ടോ, എനിക്ക് IPS ആണ് കിട്ടിയത്. റാങ്ക് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പരീക്ഷ എഴുതി ഞാൻ IPS പോയി ചേർന്നു. IPS യൂണിഫോമൊക്കെ ധരിച്ചിട്ടുണ്ട്. 1 വർഷം അവിടുത്തെ IPS ട്രെയിനിങ്ങും ഞാൻ പരിശീലനവും ഞാൻ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് IASന്റെ അവിടെ ഇരിക്കുമ്പോഴാണ് IASന്റെ ഇന്റർവ്യൂവിന് വിളിച്ചതും IASന് ഇന്റർവ്യൂക്ക് പോയി കിട്ടിയതും. അങ്ങനെ കിട്ടുമല്ലേ ചില സമയത്ത്? റാങ്ക് അനുസരിച്ചാണല്ലോ. ഇപ്പൊ ആദ്യത്തെ ഒരു ജനറൽ കാറ്റഗറിയിൽ ഒരു ആദ്യത്തെ 40-50 റാങ്ക് IASന് പോകുന്നു. പിന്നെ ഉള്ളത് ഒരു 30-40 പേര് IPS. അപ്പം നമ്മുടെ റാങ്ക് പോരായെങ്കിൽ
IAS പകരം IPS കിട്ടുന്നു. അതും ഇല്ലെങ്കിൽ IAS, AS, IRS അങ്ങനെ താഴോട്ട് പോകും. ഏതാണ്ട് 22 സർവീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു 9,000 പേർക്ക്, 9,000 എന്ന് പറയുന്നാൽ 9,000 പേർക്ക് 9,000 പേർക്ക്. സാറ് കേരളത്തിൽ ജനിച്ചു വളർന്നതാണോ? ജനിച്ചത് കേരളത്തിലാണ്, വളർന്നത് ഞാൻ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഈ 900 തെറ്റിക്കാം. മലയാളം ഏതാണ്? ഈ 15,000 പേര് അപ്ലൈ ചെയ്തതിൽ 900 പേർക്ക് IAS കിട്ടത്തില്ല. ഇല്ലില്ല, 900 പേര് സിവിൽ സർവീസിൽ സർവീസിൽ കിട്ടും. 900 എന്ന് പറഞ്ഞാൽ പേര് സിവിൽ സർവീസിൽ എടുക്കുന്നു. IAS കിട്ടുന്നത് ഇപ്പം ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആദ്യത്തെ 40 പേർക്ക്, റിസർവേഷനൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 100, 150, അല്ല റിസർവേഷന് കുറച്ചുകൂടി താഴോട്ട് ഒരു 300 റാങ്കിനൊക്കെ ചിലപ്പോൾ IAS കിട്ടിയെന്ന് വരും. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ 6.5 മാർക്കിന് ഇത് മൊത്തം ഈ 900-ൽ പെടാതെ ഒന്നും കിട്ടാതെ പോകാം. 1/2 മാർക്കിന്റെ വ്യത്യാസം കൊണ്ട്. IAS കഴിഞ്ഞാലുള്ള ചോയ്സ് IPS ആണ്. IPS ആണ് സാധാരണ. IFS അതിനിടയ്ക്ക് വരുന്നത്. അതിന്റെ താഴെയാണോ മുകളിലാണോ? അത് മാറിക്കൊണ്ടിരുന്നു. ഒരു കാലത്തെ എല്ലാവരും ഇന്ന് യാത്രയൊക്കെ വളരെ സുഗമമായല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ 102 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ 1970-ൽ ഞാൻ ചേർന്നപ്പോൾ ഒരു പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു പാസ്പോർട്ട് കിട്ടണമെങ്കിൽ 3-4 മാസങ്ങൾ കാത്തിരിക്കണം. വിസയൊക്കെ കിട്ടാത്തതുകൊണ്ട് എന്താ വിസ എന്ന് പോലും അറിയാൻ പാടില്ല. അക്കാലത്തൊക്കെ IFS-നായിരുന്നു കൂടുതൽ ഡിമാൻഡ്. കാരണം എല്ലാവർക്കും വിദേശത്ത് പോകാം, യാത്ര ചെയ്യാം, ഡിപ്ലോമാറ്റിക് സെക്രട്ടറി ആകാം, പിന്നെ അംബാസഡർ ഒക്കെ ആകാം. അംബാസഡർ ഒക്കെ വലിയ കാര്യമെന്നാണ് അന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം അംബാസഡർ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ പണിയൊന്നുമില്ല. മോഡിക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഫ്രഞ്ച് പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിക്കും, അല്ലെങ്കിൽ ട്രംപിനെ നേരിട്ട് വിളിക്കും. അംബാസഡർ അവിടെ നോക്കുകുത്തിയായിട്ടിരിക്കാന്ന് ഇപ്പേ അറിയാം. പക്ഷെ മോഡി ആവുന്നതിന് മുമ്പ് പുള്ളി കറക്റ്റ് ആ പ്രോട്ടോകോൾ പാലിച്ചു. മോഡിയാണ് ഈ പ്രോട്ടോകോൾസ് എല്ലാം ജമ്പ് ചെയ്ത് ഡയറക്റ്റ് വിളിക്കാനൊക്കെ തുടങ്ങിയത്. ഇതിനകത്ത് പ്രോട്ടോകോൾ എന്ന് പറയാൻ പറ്റില്ല. ഒരു അത്യാവശ്യം കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മോഡിയാണെങ്കിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിനെ വിളിക്കുന്നതിലോ അല്ലെങ്കിൽ അന്ന് എന്താണ് ചൈനീസ് പ്രീമിയറെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ട്രംപിനെ വിളിക്കുന്നതിൽ തെറ്റുമില്ല. ആ ഒരു മാർഗത്തിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഒരു വേറെ കാലഘട്ടത്തിലായിരുന്നു. ഒരു 50 കൊല്ലം മുമ്പ്, 100 കൊല്ലം മുമ്പ് ഫോൺ എടുത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. ഞാൻ ഓർക്കുന്നു ലൈറ്റ്നിങ് കോള്, ഞാൻ കളക്ടറായിരുന്ന കാലത്ത് ലൈറ്റ്നിങ് കോൾ പറഞ്ഞിട്ട് ഇടപാടുണ്ടായിരുന്നു. ഈ ലൈറ്റ്നിങ് കോള് ബുക്ക് ചെയ്തിട്ട് ഫോണിന്റെ അടുത്ത് ഇരിക്കണം. എപ്പോഴാണ് ഈ ഇടിവെട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. മിന്നല് പോലെയാ വരിക. നിങ്ങൾക്ക് കിട്ടില്ല. അത് ഞങ്ങളുടെ IAS-കാർക്കും മന്ത്രിമാർക്ക് ലൈറ്റ്നിങ് കോള് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ട്രങ്ക് കോള്. ട്രങ്ക് കോൾ എന്ന് പറഞ്ഞാൽ അത് 2 എന്ന് പറയുമ്പോൾ ട്രങ്ക് കോൾ പോലെ തന്നെ അല്ലേ, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. ലൈറ്റ്നിങ് കുറച്ചുകൂടി ഫാസ്റ്റ് എന്ന് വെച്ചാൽ ട്രങ്ക് കോൾ 6 മണിക്കൂർ എടുക്കണമെങ്കിൽ ഇത് വേണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കിട്ടും. അപ്പൊ ഈ ബുക്ക് ചെയ്തിട്ട് എപ്പാ കിട്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ബുക്ക് ചെയ്ത് ഫോണിന്റെ അടുത്ത് ഇരിക്കും. പക്ഷേ സാർ ഇപ്പൊ ഇന്ത്യൻ IAS-ഉം പിന്നെ UN IAS വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞതുപോലെ 10 ലക്ഷം പേര് അപേക്ഷിച്ച് 8 ലക്ഷം പേര് എഴുതി. അതിൽ നിന്ന് 40-ഓ 50-ഓ അല്ലെങ്കിൽ 100 പേർക്ക് കിട്ടുന്നതാണ് ഇന്ത്യൻ IAS. ശരിക്കും ഒരു ഏറ്റവും ആ ഒരു പ്രക്രിയയിൽ കൂടെ ഏറ്റവും മെച്ചം ഉള്ള, ഏറ്റവും അറിവുള്ള, ആ അറിവ് ഒരു കടലാസിലേക്ക് 3 മണിക്കൂറിൽ പകർത്താൻ കഴിയുന്ന കുട്ടികൾക്കാണ് ഇത് കിട്ടുള്ളൂ, പേർക്കാ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തെ ട്രെയിനിങ്. അപ്പം നമ്മളെ ഏറ്റവും മെച്ചപ്പെട്ടവരെ എടുക്കുന്നു, അതിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അതിലും മെച്ചപ്പെട്ടവരാക്കുന്നു. അങ്ങനത്തെ ഒരു പ്രക്രിയയിൽ കടന്നു വരുന്നതാണ് IAS. UN എന്ന് പറഞ്ഞാൽ UN-ൽ ആദ്യം നമ്മൾ കുറച്ച് പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വെള്ളക്കാരുടെ ഇടയിലൊക്കെ പിടിപാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ഒരു ഇൻറ്റേണായിട്ട് 6 മാസം നിൽക്കുന്നു. നമ്മുടെ സ്വഭാവമോ രീതിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു, ഇംഗ്ലീഷൊക്കെ കുറച്ച് അറിയാമെങ്കിൽ വീണ്ടും ഒരു ഇൻറ്റേൺഷിപ്പ് തരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇൻറ്റേൺഷിപ്പിന് പണമൊന്നും അധികം കിട്ടില്ല, ഒരു കൺസൾട്ടൻസി തരുന്നു $5,000. അത് നന്നായിട്ട് ചെയ്യുക. അവരൊക്കെ ആയിട്ട് സോപ്പിട്ടൊക്കെ അടിച്ചു നിന്നാൽ അവർക്കൊരു സോപ്പിൻ്റെ എൻ്റെ സമയത്തൊരു വാശിയാണ് എന്നൊക്കെ അടിച്ചു നിന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി തരും. അത് സോപ്പിട്ടൊക്കെ നന്നായിട്ട് ചെയ്താൽ അവരുടെ വർക്കൊക്കെ നമ്മൾ എഴുതി കൊടുത്താൽ അതവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അടുത്തേക്ക് തരും. അങ്ങനത്തെ ഒരു പ്രക്രിയ. അല്ലാതെ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതി ആഗോള തലത്തിലോ ഒരു ദേശീയ തലത്തിലോ ഒരു പരീക്ഷ എഴുതി സ്ക്രീനിങ് ഇവിടെ കഴിഞ്ഞാണല്ലോ. ആ സ്ക്രീനിങ് അവർക്ക് മനസ്സിലായി. അങ്ങനത്തെ ഒരു രീതിയാണ്. അതിനകത്ത് കൂടുതൽ ബന്ധങ്ങളാണ്. തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എന്നെ UN-ൽ എടുത്തിട്ട് ഞാൻ ഒരു തെറ്റ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനോടൊക്കെ വലിയ ദേഷ്യ,
ഒരു UN ഉദ്യോഗസ്ഥനായിട്ട് പാകിസ്ഥാനെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് ആഗോള തലത്തിൽ അതിന് പ്രതിഫലം ഉണ്ടാകും. MP ജോസഫ് പറഞ്ഞു എന്നല്ല പറയാ, UN വക്താവ് അല്ലെങ്കിൽ എന്തെങ്കിലും UN ഉദ്യോഗസ്ഥൻ പറഞ്ഞു പാകിസ്ഥാനിലെ ഭീകരാവസ്ഥ എന്ന് തീർന്നില്ലേ? അതൊരു ഗ്ലോബൽ ബോഡിയാണല്ലോ. ഇറ്റ്സ് 193 രാജ്യങ്ങളുണ്ട്. ഇറ്റ്സ് എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട്, ഔദ്യോഗികമായിട്ടുള്ള പ്രതിനിധികളാണ്. സാർ ഒരു പിന്നെ ചോദിക്കാമോ എന്നറിയില്ല, ഒരു UN സിവിൽ തലവെട്ടി സർവീസ് മോഡി അവിടെ ശ്രമിക്കുന്നില്ല. അതല്ല ആ ചോദ്യമല്ല, ഇതൊരു ഒരു UN IAS നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു UN സിവിൽ സർവീസ് സെലക്ട് ചെയ്യാൻ നമുക്ക് എന്ത് സാലറി കിട്ടും? ഓ, ഞാൻ സത്യം പറയട്ടെ, ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് IAS കിട്ടുന്ന ശമ്പളം 5000 രൂപയായിരുന്നു. ലേബർ കമ്മീഷൻ ആയിരുന്നു. 78 ജോയിൻ ചെയ്തു, 91 പറയുന്നത് എന്ന് പറഞ്ഞാൽ 13 കൊല്ലത്തോളം ജോലി ചെയ്തിട്ട് 5000 രൂപയാണ് എനിക്ക് തിരുവനന്തപുരത്ത് ശമ്പളം കിട്ടിയിരുന്നത്. അപ്പം എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. അവരെ പുറത്ത് കൊണ്ടുപോയിട്ട് അവർ ഒരു ഐസ്ക്രീമൊക്കെ ചോദിച്ചാൽ കഷ്ടിച്ച് പേഴ്സൊക്കെ നോക്കി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. അത് കഴിയുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോകണം, കാരണം രണ്ടാമത്തെ ചോദിച്ചാൽ പേഴ്സിൽ പണമില്ല. അപ്പൊ അത്രയും ദാരിദ്ര്യമായിരുന്നു അന്ന് IAS 5000 രൂപയാണ്. ഈ 1982-ലോ 80-ലോ 91 92 പിന്നെയും മനസ്സിലാക്കാം. കുഴപ്പമില്ല. 91 അല്ല 81 79 സാർ. ഞാൻ 78 IAS ചേർന്ന് UN പോയി 91. അല്ലല്ല, പോകുന്നതിന് ഒരു തലേ ദിവസം വരയ്ക്കുള്ള കാര്യം ഞാൻ അപ്പൊ UN പോകുന്നതിന്റെ തലേ ദിവസം വരയ്ക്ക് ഒരാമത്തെ ഐസ്ക്രീം കഴിച്ച് വേഗം അവരെ കൊണ്ടുപോകും കാറിൽ കയറ്റി. കാരണം രണ്ടാമത്തെ ചോദിച്ച പൈസയില്ലേ കൊടുക്കാൻ, ബഡ്ജറ്റാകെ ആവും. അപ്പൊ അവിടെ 5000 രൂപയിൽ നിന്ന് ഞാൻ UN ഇന്ത്യയിൽ ആദ്യം ചേർന്നത് ഡൽഹിയിൽ. എനിക്ക് 5000-ൽ നിന്ന് 55,000 രൂപയില് 11 തവണ, അതും ടാക്സ് ഫ്രീ. ഇവിടെ 5000 കിട്ടിയാൽ 500 രൂപ ടാക്സ് കൊടുക്കണം, അവിടെ 55,000 കിട്ടിയ ഒന്നും ടാക്സ് കൊടുക്കണം. പക്ഷെ ഏറ്റവും മെച്ചം അതല്ല. ഏറ്റവും മെച്ചം ഞങ്ങൾക്ക് ഒരുപാട് യാത്രയുണ്ട്. അപ്പൊ ബോംബെയിൽ പോയിട്ട്, ബോംബെയിൽ എൻ്റെ പെങ്ങളുണ്ട്, അപ്പൊ ബോംബെയിൽ പോയിട്ട് 3 ദിവസത്തെ അവിടെ വർക്ക് ഉണ്ടെങ്കിൽ ഓരോ ദിവസം $250 കിട്ടും. അത് ഏത് ഹോട്ടലിൽ താമസിച്ചാലും, അവിടുത്തെ ജോംപടിയിലോ അല്ലെങ്കിൽ അവിടുത്തെ ധരാവിയിൽ താമസിച്ചാലും $250 വെച്ചിട്ട് കിട്ടും. എൻ്റെ പെങ്ങൾ അവിടെ, എൻ്റെ അളിയൻ അവിടെ നേവിയിലായിരുന്നു, അപ്പൊ അവിടെ പോയി താമസിക്കും. അപ്പൊ അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടായിരുന്നു. ശമ്പളത്തിനെ പറ്റി യാതൊരു വലിയൊരു ഒരു മെച്ചം. പിന്നെ അവസാനം ഞാൻ കംബോഡിയയിൽ 7 കൊല്ലം വർക്ക് ചെയ്തു. അവിടുന്ന് പോരുമ്പോൾ എൻ്റെ ശമ്പളം ഏതാണ്ട് 12 ലക്ഷമായിരുന്നു. In 2011 ടാക്സ് ഫ്രീ. 12 ലക്ഷം ഡോളേഴ്സ് ഓർ ഇന്ത്യൻ മണിയാണ്? $12 ലക്ഷം അല്ല, 12 ലക്ഷം ഇന്ത്യൻ മണി. around 14,000 US dollars. So it was about 10-12 lakhs. A huge money എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളം. ഇപ്പോഴും UN വളരെ നല്ല ശമ്പളമാണെന്ന് ഞാൻ കേൾക്കുന്നത്. സാറിന്റെ ഈ ഇന്റർവ്യൂ കാണുന്ന യങ് IAS ഓഫീസേഴ്സ് UN പറഞ്ഞു പോകാതിരിക്കാൻ. യങ് UN ഓഫീസേഴ്സ് മാത്രമല്ല, ഞാൻ പറയാം ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ UN പോകാനായിട്ട്, ഇന്ത്യയിൽ നിന്ന് UN പോകാനായിട്ട് എന്താ മാർഗം എന്നറിയാത്തതുകൊണ്ട് പലരും അത് ശ്രദ്ധിക്കാറില്ല. അത് ഇപ്പോൾ IAS സിവിൽ സർവീസിലോ കയറാം. പക്ഷെ ചെറുപ്പക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ UN ഒരു ചെറിയ ജോലിക്കാണെങ്കിലും കയറിയാലും നല്ലതായിരിക്കും. ഇന്റേൺ ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ കൺസൾട്ടൻ്റ് ആയിട്ടോ, ഏറ്റവും ചെറിയ ജോലിയിൽ കയറിയാൽ പോലും നല്ലത്. അവിടെ നിന്ന് പിടിച്ച് മുകളിലേക്ക് കയറാം. അത് തീർച്ചയായിട്ടും ഒരു കരിയർ പാത്ത് സാധ്യതയുണ്ടല്ലേ? ഒരുപാട് സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടാണില്ല അത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഭാഗ്യമൊക്കെ വേണം. എല്ലാത്തിനും ഭാഗ്യം വേണം. ഞാൻ ഇപ്പോൾ സാറിനെ പറ്റി കേട്ടിട്ടുള്ളത്, സാറ് അതിനു മുമ്പ് സാറിനോടൊരു കാര്യം ചോദിക്കേണ്ടത്, സാർ കംബോഡിയൻ അനുഭവങ്ങൾ എന്താണ്? കംബോഡിയ എങ്ങനെയാണ്? കംബോഡിയയിൽ സാറിൻ്റെ അനുഭവം എന്താണ്? കംബോഡിയയെ പറ്റി നമുക്ക് എന്താണ് സംസാരിക്കേണ്ടത്? കംബോഡിയ ഒരു അനുഭവം തന്നെയായിരുന്നു. കേരളത്തിൻ്റെ ഒരു രൂപമാറ്റമാണ് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പോലത്തെ കാലാവസ്ഥ, മഴ, മാങ്ങ, തേങ്ങ, കവുങ്ങ്, കാർഡമം, ഏലം, നമ്മുടെ ഭൂപ്രകൃതി ഏകദേശം ഒക്കെ ഇത് തന്നെയാണ്. ഇത്രമാത്രം വൃക്ഷങ്ങളില്ല, പക്ഷേ ഉള്ളതൊക്കെ നമ്മുടെ തന്നെ. ചക്ക, രാവിലെ അവരെന്താ കഴിക്കാന്നറിയാമോ? ഞാൻ 3 ചാൻസ് തരാം, കറക്റ്റായിട്ട് പറഞ്ഞാൽ. ചക്കയല്ല, തെറ്റി. 2 കൂടി തരാം. ഗോവിന്ദൻകുട്ടി, സതീശൻ. കപ്പയോ അല്ല. 3ാമത് പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ 100 രൂപ എടുത്ത് തരാം. 1, 2, 3, 5 പറയുന്നത് ചോറ്. അടുത്ത് വന്നു കഞ്ഞി. കഞ്ഞി എന്ന് മാത്രമല്ല, അവര് അതിനെന്താ പറയാന്നറിയാമോ? കഞ്ഞിന്ന്. വിശ്വസിക്കാൻ പറ്റിയില്ല. അവിടുത്തെ ലാംഗ്വേജ് ഖമേർ എന്ന് പറയും. നമ്മുടെ കേരളത്തിലുള്ളവരെ മലയാളികൾ എന്ന് വിളിക്കുന്ന പോലെ കംബോഡിയയിലുള്ളവരെ ഖമേർസ് എന്നാ വിളിക്കുക. അവർ നമ്മുടെ ഭാഷ
കേരളത്തിലെ ഭാഷ മലയാളമാണല്ലോ, വലിയ ബന്ധമില്ല കേരളവും മലയാളവും കേൾക്കാനായിട്ട്. അതേപോലെ കംബോഡിയയിലത്തെ ഭാഷ ഖമേറാണ്. ആൾക്കാരെ ഖമേർ, മലയാളികളും മലയാളം എന്ന് പറയുന്ന പോലെ ഖമേറും, ഖമേർ എന്നുള്ള ഭാഷയും ഖമേർ എന്നുള്ള ജനങ്ങളുടെ ഖമേർ എന്ന ഒറ്റ ഭാഷയുള്ളൂ ആ രാജ്യത്ത്. അതെ, ഒറ്റ ഭാഷ. പോപ്പുലേഷൻ 14 ദശലക്ഷമായിരുന്നു എന്ന് പറഞ്ഞ 1,40,00,000. അത് ഈ ഖമേർ പോൾപോട്ട് വന്ന് പോയതിനു ശേഷം അത് 8 ലക്ഷമായിട്ട് കുറഞ്ഞു. കൊന്നു, പട്ടിണിയിട്ട് കൊന്നു. കംബോഡിയയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ പോൾപോട്ടിനെ പറ്റിയുള്ള ഒരു പിക്ചറാണ് വരുന്നത്. പോൾപോട്ട് ലോകത്തെ ഏറ്റവും ഭീകരനായ, ഒരുപക്ഷെ പോൾപോട്ട് ഒരു സ്റ്റാലിനും മറ്റുള്ളവരും അല്ലെങ്കിൽ ഈവൻ മാവോയും ഒക്കെ കൊന്നതിന്റെ അത്ര ആൾക്കാരെ പോൾപോട്ട് കൊന്നിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ, അത്ര ആൾക്കാരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പോൾപോട്ടിന്റെ കഥ കേൾക്കാൻ ഇങ്ങനെ, പോൾപോട്ട് എന്താ ചെയ്തത്, അതിന്റെ ശേഷം ആ നാട് എങ്ങനെയാണ്, 3.5 കൊല്ലം അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. 75-ലാണ് പോൾപോട്ട്, ഏപ്രിൽ 11 കൊല്ലം പോൾപോട്ട് ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷെ ജാനുവരി 79 ഇറങ്ങിപ്പോണ്ടി വന്നു. പക്ഷെ ഈ 3.5-4 കൊല്ലത്തിനുള്ളിൽ ഇത്രയും മാത്രം ക്രൂരത ചെയ്തൊരു വേറെ ഒരു ആളുണ്ടാകില്ല. നമ്മൾ സ്റ്റാലിനൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് നീചമായിട്ട് ക്രൂരതയാണ്. ഉദാഹരണത്തിന് കൊല്ലാൻ പോലും അവർക്ക് തോക്കിന്റെ ഉണ്ട ചെലവഴിക്കാനായിട്ട് ഇല്ല. അവരെന്ത് ചെയ്യും? അപ്പൊ മുമ്പിൽ വലിയൊരു കുഴി കുഴിക്കും, വലിയ കുഴി. അത് ഈ കൊല്ലാൻ പോകുന്നവർ തന്നെ അത് കുഴിക്കണം. എന്നിട്ട് നമ്മൾ നിരനിരയായിട്ട് ഇരിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, നിരനിരയായിട്ട് ഇരിക്കണം. എന്നിട്ടൊരു വലിയ തലയിൽ അടിക്കാനായിട്ടുള്ള വലിയ ഇത് കൊടുക്കും, കൂടം പോലെ കൊടുക്കും. അപ്പോൾ മുമ്പിൽ ഞാനിരിക്കുന്നു, എൻ്റെ നിരയായിട്ടിരിക്കുക 100 പേര്, എൻ്റെ പുറകിൽ ഉള്ള ആൾക്ക് ഇത് കൊടുക്കും. പുറകിൽ ഞാനാണെങ്കിൽ ഞാൻ പിടിച്ച് മുമ്പിലത്തെ ആളെ തട്ടണം, തലയിൽ തട്ടണം, അയാൾ തല ഒടിഞ്ഞ് താഴെ വീഴും. ഇത് ഞാൻ പുറകിലത്തെ ആൾക്ക് കൊടുക്കും, ഞാനൊരു സ്റ്റെപ്പ് മുമ്പിലിരിക്കും. കൊല്ലാനായിട്ടുള്ള ഉണ്ട ചെലവാക്കാനായിട്ട് കഴിയില്ല. 1 വയസ്സായും 8 മാസവും 10 മാസമായ കുട്ടികളെ അങ്ങനത്തെ ക്രൂരതയായി പുതിയൊരു ലോകം പണിത് കൊണ്ടുവരാനായിട്ട്. ഞാൻ ചിരിക്കുന്നു, പക്ഷെ അന്ന് ജീവിച്ചവരൊക്കെ പുതിയൊരു സ്വർഗത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാനായിട്ട്, ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് യുഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതൊക്കെ ആവശ്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില ക്രൂരവിഡ്ഢികളുണ്ട്. അതിൽ പോൾപോട്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആളാണോ? ഏതില്? ഡെമോക്രസി അല്ല. ഈ ഒരു വിപ്ലവ എന്താ സേനയെ സൃഷ്ടിച്ചു. ഒരു ദിവസം ഏപ്രിൽ 18 തോന്നുന്നു 1975, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നോംപെനാണ് തലസ്ഥാനം. നമ്മൾ തലസ്ഥാനത്തേക്ക് ഇവർ 4 ഭാഗത്തു നിന്നും വന്നു, എല്ലാവരെയും കൊന്നു. മൊണാർക്കിയായിരുന്നു. ഷിഹാനോക്ക് എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു. രാജാവ് പകുതി മൊണാർക്കി, പകുതി അദ്ദേഹം തന്നെ ഇലക്ഷൻ നിന്ന് അദ്ദേഹം തന്നെ ജയിക്കുന്നു. അങ്ങനത്തെ ഒരു പകുതി മൊണാർക്കി, പകുതി ഒരു ആളായിരുന്നു. അതിനെ മാറ്റി ഒരു ദിവസം കൊണ്ട്, ഏപ്രിൽ 18 എൻ്റെ ഓർമ്മ, 1975, അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പക്കാർ 18ഉം 20ഉം 16ഉം 14ഉം വയസ്സായ കുട്ടികൾക്ക് തോക്ക് കൊടുത്തിട്ട് അവർക്ക് നോംപെനിൽ കയറി, നോംപെനാണ് തലസ്ഥാനം, കയറി വന്ന് എല്ലാവരെയും കൊന്ന് പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഓടിപ്പോയി. എവരിബഡി ലെഫ്റ്റ്. ഷിയാനൊക്കെ അതിന് മുമ്പ് ഇത് കേട്ടിട്ട് ഓടിപ്പോവുകയും മറ്റും ചെയ്തു. ആ ഭാഗം ഈ മുഴുവൻ ഓർമ്മയില്ല. ചൈനയിലേക്ക് പോവുകയും മറ്റും ചെയ്തു. ബാക്കി എല്ലാവരും, അതായത് കന്നഡ ഞാൻ വെക്കുന്നുണ്ടല്ലോ, ഈ കന്നഡ വെക്കുന്നവരെല്ലാവരും കൊല്ലും. അപ്പം എല്ലാവരും കന്നഡ മാറ്റുമ്പോൾ ഈ മാർക്കുണ്ടോ എന്ന് നോക്കിയിട്ട് ഈ മാർക്കുണ്ടെങ്കിൽ കൊല്ലും. കന്നഡ എന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയാം. വായിക്കുന്നത് വിപ്ലവത്തിനെതിരാണ്, കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് സിദ്ധാന്തങ്ങൾക്കെതിരെയാണ്. പക്ഷെ ആ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അപ്പൊ കന്നഡ വെക്കാൻ പാടില്ല. അപ്പൊ കന്നഡ എല്ലാവരും എടുത്തു കളയുമ്പോൾ ഇതാണ്. പിന്നെ കന്നഡ ഉണ്ടെങ്കിൽ വായിക്കാൻ അറിയുന്നത് എന്താണ്? പിന്തിരിപ്പനാണ്. ഈ പിന്തിരിപ്പന്മാരെ നമുക്ക് വെച്ചുകൂടാ, അതുകൊണ്ട് കൊല്ലുന്നു. ഞാൻ 3.5 കൊല്ലം കൊന്നു. 3.5 കൊല്ലം ഇത് തുടർന്നു. 3.5 കൊല്ലം അങ്ങനെ ഓരോ പിന്നെ അപ്പോൾ അറിവും വിവരവും ബോധമുള്ള ഒരുത്തിനും നാട്ടിൽ പാടില്ല. എല്ലാം അടച്ചിട്ടു. സ്കൂളുകൾ അടച്ചിട്ടു, കോളേജുകൾ അടച്ചിട്ടു, പ്രിന്റിംഗ് പ്രസ് അടച്ചിട്ടു, ലൈബ്രറികൾ അടച്ചിട്ടു, സകലതും അടച്ചിട്ടു. അതായത് പഠിപ്പിനോട് ഉള്ള വിരോധം. പഠിപ്പ് നമുക്ക് ആവശ്യമില്ല. നമ്മളെല്ലാവരും കൃഷിക്കാരായാൽ മതി. നമ്മളെല്ലാവരും അവിടുത്തെ അരിയാണ് അവിടുത്തെ മെയിൻ, നമ്മുടെ കഞ്ഞിയാണ്. എന്താ പറയുക, പാടത്തിൽ പോയിട്ട് പണി ചെയ്യുക, കൃഷി ചെയ്യുക. സ്കൂളുകളൊക്കെ അടച്ചു, എല്ലാം അടച്ചു. അയ്യോ, സ്കൂളിന് എന്താ ആവശ്യമൊന്നേ?
അതൊക്കെ ബൂർഷോ ഗോവിന്ദൻകുട്ടിക്ക് മുഴുവൻ അറിയുന്നില്ല. സ്കൂൾ അടച്ചു, കോളേജ് അടച്ചു, എല്ലാം അടച്ചു. സ്കിൽസ് ട്രെയിനിങ് എല്ലാവരും പോയി. അതായത് വയസ്സന്മാരും വലിയ നിലവാരത്തിൽ നിന്നവരൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. അവരോട് നടക്കാൻ പറഞ്ഞു. നോംപെൻ എന്നുള്ള നഗരത്തിൽ നിന്ന് എല്ലാവരോടും നടക്കാൻ പറഞ്ഞു. നടന്ന് കുറേ നടക്കുമ്പോൾ 100 കിലോമീറ്റർ ഒക്കെ നടക്കുമ്പോൾ ഇവിടെ നിൽക്കാൻ പറയും. എന്നിട്ട് അവിടെ കൃഷി ചെയ്യുക, അവിടെ താമസിക്കുക, അവിടെ കൃഷി ചെയ്യുക. പെണ്ണുങ്ങളൊക്കെ ഒരു ഹാളിൽ, ഇതിൽ ആണുങ്ങളൊക്കെ വേറെ ഹാളിൽ, പെൺകുട്ടികളൊക്കെ ഒരു സ്ഥലത്ത്, ആൺകുട്ടികൾ വേറെ സ്ഥലത്ത്. എല്ലാവർക്കും രാവിലെ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെ നമ്മൾ അറിയാതെ അടുത്ത ആളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് അയാൾ ഇങ്ങോട്ട് ഇട്ട് തന്ന രണ്ടുപേരെയും കൊല്ലും. ക്രൂരതയ്ക്ക് അതിരുകളില്ല. നമുക്ക് പവർ കറപ്റ്റ്സ് ആൻഡ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് പണ്ട് ലോർഡ് ആക്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അധികാരം കിട്ടിയാൽ നമുക്ക് എവിടെയാ അധികാരത്തിന് അതിര് എന്ന്. അത് ഞാനും നിങ്ങളും ഗോവിന്ദൻകുട്ടിയൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളൊക്കെ ശുദ്ധന്മാരാണ്, നമ്മൾ ചെയ്യില്ല. നമുക്ക് അധികാരത്തിൽ അധികാരം കിട്ടി, ആരും ചോദിക്കാനില്ലാത്ത അധികാരം കിട്ടിയാൽ നമ്മളൊക്കെ. ഞങ്ങള് ഈ ഹിറ്റ്ലറിനെ മാത്രമേ ഇമാതിരി ക്രൂരതയായിട്ട് കേട്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. കുളിക്കാൻ പോകണമെന്ന് ചോദിച്ചു കുളിക്കുന്നു, ചാവുന്നു, അത്രേ ഉള്ളൂ. ഇത് ഇവർ ഈ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇവരുടെ സ്വത്തുക്കളും ഇവരുടെ സാധനങ്ങളും ഒക്കെ ഈ എല്ലാം വിട്ടും വീടൊക്കെ വിട്ടിട്ടല്ലേ പോണേ. എല്ലാം വിറ്റ്. സതീശൻ, കമ്മ്യൂണിസത്തിൽ സ്വത്തില്ല. അതൊക്കെ പണ്ടേ കണ്ടുകെട്ടി. സ്വത്ത് പൊതുമുതലാണ്. അപ്പൊ ഇതെല്ലാം പൊതുമുതൽ. ഇത് പാർട്ടിയുടെയാണ്. ഓങ്ക എന്നാ പറയാ പാർട്ടി. ഓങ്ക എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നടത്താം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പോലും പറയില്ല. നമ്മുടെ സംഘടന ഓങ്ക. വേറെ സംഘടന ഒന്നും പാടില്ല. അയ്യോ, ഒന്നും പാടില്ല. അവിടെ പൊതുമുതലാണ് എല്ലാം ഓങ്കയുടെയാണ്, എല്ലാം പാർട്ടിയുടെയാണ്. അപ്പം ആ പാർട്ടി പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക, കൃഷി ചെയ്യാൻ പറ്റും കൃഷി ചെയ്യുക, വാഴ നടാൻ പറഞ്ഞാൽ വാഴ നടുക. അത്തരത്തിലൊരു സോഷ്യൽ കിച്ചനും ഒക്കെ എല്ലാവരും സോഷ്യൽ കിച്ചൺ. പിന്നെ സോഷ്യൽ കിച്ചൺ എന്ന് മാത്രമല്ല, അങ്ങനെ എന്താണ് മേലാളർ കീഴാളർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരേ ഡ്രസ്സ്, എല്ലാവരും പണിക്കാർ, എല്ലാവരും തൊഴിലാളികൾ. ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരും അടിമകൾ, തൊഴിലാളികൾ. ഇതെങ്ങനെയാണ് അവസാനിച്ചെന്ന് അറിയാനുള്ള. കാരണം ആ സമയത്ത് 3.5 വർഷം അദ്ദേഹം ഭരിച്ചു. 3.5 ഏപ്രിൽ 1875 തുടങ്ങി ജാനുവരി 12 പ്രാംപി മകര. അവിടുത്തെ നമ്മൾ കേരളമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. ജാനുവരിക്ക് മകര എന്നാണ്. മകര, കുംഭ, മീന, മീസ. അയ്യോ, അപ്പൊ നമ്മുടെ മലയാള മാസം പോലെ കഞ്ഞി. അത് കേരളമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കഞ്ഞിയുണ്ട്. രാവിലെ കഞ്ഞി ഉണക്കമീനും. അത് തന്നെ ഇത് ഏറ്റവും എനിക്ക് അത്ഭുതപ്പെട്ട് തോന്നിയത് ഈ മാസങ്ങളാണ്. ഞാൻ അവിടെ ചാർജ് എടുത്ത്, എനിക്കൊരു സെക്രട്ടറി ഉണ്ട്, അവിടുത്തെ ഒരു സ്ത്രീയാണ്, ഒരു 10-25 വയസ്സ്. അപ്പൊ അവരെന്നോട്, ഞാനിത് നമ്മൾ ഡേറ്റ് ഇടുന്നത് ഏത് മാസം, ഇത് 1-ാം മാസം. അതറിയാം. അല്ല, മാസത്തിന്റെ പേര് ജാനുവരി. അല്ല, നിങ്ങൾക്ക് സാറിട്ട് പറഞ്ഞാൽ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് പറഞ്ഞ. അപ്പൊ പിന്നെ 4 മാസം എടുത്തു അവരെ കൊണ്ട് ഇത് മാസങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഈ മാസം ഏതാണെന്ന് പറഞ്ഞാൽ ജാനുവരി, മാർച്ച്, ഏപ്രിൽ ആയപ്പോൾ മകര, കുംഭ, മീന, മീസ. അങ്ങനെ അപ്പോഴാണ്. അപ്പൊ എനിക്ക് എന്തോ ഒരു അടുപ്പ്. ഡിസംബർ കർക്കടക, അല്ല നവംബർ കർക്കടക, വൃശ്ചിക, മകര, കുംഭ, മീന, മീസ. നമ്മുടെ മലയാളം മാസം മകരം, കുംഭം, മീനം, മേടം, ഇടവം, കർക്കടക, കന്നി, തുലാം. എക്സാക്ട്ലി. വിശ്വസിക്കും. എന്തൊക്കെ ബന്ധങ്ങളാണ്, നമുക്കൊന്നും ചിന്തിക്കാത്ത ബന്ധങ്ങളാണ് മറുനാടായിട്ട് നമുക്കുള്ളത്. പിന്നെ നമ്മുടെ കംബോഡിയ കഞ്ഞി രാവിലെ, കഞ്ഞി ഉണക്കമീനും ഗോവിന്ദൻകുട്ടി പണ്ടൊക്കെ നമ്മൾ കഴിച്ചത്. ഇതെങ്ങനെയാ അവസാനിച്ചത്? അതെ, അവസാനിച്ചത് ഹുൻസെൻ എന്ന് പറഞ്ഞ ഈ പോൾ പോട്ടിന്റെ ആർമിയിലെ ഒരു ക്യാപ്റ്റനായിട്ട് വന്നതാ. ചെറുപ്പക്കാരൻ, 21 വയസ്സ്. അദ്ദേഹം ആദ്യം ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് കുറെ കൊല്ലാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു തോന്നി ഇതെന്താ എങ്ങനെയെന്ന്. അപ്പൊ തൊട്ടടുത്താണ് വിയറ്റ്നാം. അപ്പൊ അദ്ദേഹം ഇത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് വിയറ്റ്നാമിലേക്ക് ചെറിയൊരു 10-20 പേരായിട്ട് പോയി. വിയറ്റ്നാമിലത്തെ അവിടുത്തെ റൂളേഴ്സിനെ കണ്ട് അവരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ആക്രമണം, അവർ കടന്നപ്പോഴേക്കും ഇത് പൊളിഞ്ഞു. എന്നുവെച്ചാൽ കാരണം എല്ലാവരും ചെറിയ രാജ്യമെന്ന് മാത്രമല്ല, എല്ലാവരും എതിരായില്ലോ. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഇതായിരുന്നു. കടന്ന് ആദ്യം തന്നെ കുറെ പേരെയൊക്കെ അവരുടെ തടങ്കിൽ, അല്ലെങ്കിൽ ഈ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ ഒരു വലിയ ഒരാഴ്ചക്കുള്ളിൽ ഈ പോൾ പോട്ടിന്റെ അവസ്ഥ പോയി. പിന്നെ പോൾ പോട്ടിനെ സംരക്ഷിച്ച അമേരിക്കയാണ്.
എനിക്കൊന്ന് ഒരു 10 വർഷം മുമ്പ് വരെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 10 അല്ല, ഒരു 30-35 വർഷം വരെ അമേരിക്കയിൽ പോയി കുറേ കാലം. അദ്ദേഹത്തിന്റെ സ്ഥാനം പോയിട്ട് പോലും അദ്ദേഹത്തിനെ കംബോഡിയയിലത്തെ UN പ്രതിനിധിയായിട്ട് അംഗീകരിച്ച് അമേരിക്ക കുറെ സപ്പോർട്ട് ചെയ്തു. കാരണം അവർക്ക് അപ്പോഴേക്കും അമേരിക്ക വിയറ്റ്നാമായിട്ടുള്ള യുദ്ധം തുടങ്ങി. അപ്പോൾ യുവർ എനിമീസ് എനിമി ഈസ് യുവർ ഫ്രണ്ട്. എൻ്റെ ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രമാണ്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ശത്രു വിയറ്റ്നാമിന്റെ ശത്രു കംബോഡിയ, അപ്പോൾ കംബോഡിയന്റെ മിത്രം എന്നുള്ള തത്വം ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം അവിടെ ജനാധിപത്യം വന്നു. പിന്നെ എങ്ങനെയാ സംഭവം? പിന്നെ UN വന്നു. UN 1991 പാരീസിൽ വെച്ച് കുറേ പേരൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. പാരീസ് അക്കോർഡ് എന്നാണ് പറയുന്നത്. അതനുസരിച്ച് അവിടെ ഘട്ടം ഘട്ടമായിട്ട് ജനാധിപത്യം കൊണ്ടുവരാനായിട്ടുള്ള ഇതായിരുന്നു. UN വന്നു. UNന്റെ വലിയൊരു ഒരു ഞാൻ മലയാളം വാക്ക് അന്വേഷിക്കാത്ത ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. വലിയൊരു UN സാന്നിധ്യം ഉണ്ടായിരുന്നു. UN വന്ന് ഒരുപാട് പണം ചിലവാക്കി ആദ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ നടത്തി. അതിൽ ഹുൻസനാണ് ജയിച്ചു വന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഹുൻസൻ പോൾപോട്ടിൻ്റെ അത്രയും പോയില്ല, പക്ഷെ ഒരു ഏകാധിപതിയുടെ റോൾ എടുത്തു. 91 ജയിച്ച 91 മുമ്പ് തന്നെ അദ്ദേഹം ഹി വാസ് പ്രധാനമന്ത്രിയായിരുന്നു. 79 പോൾപോട്ടിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു, ഓടിച്ചത്. 79 തുടങ്ങി 91 വരേക്ക് അദ്ദേഹം പ്രധാനമന്ത്രി, ആദ്യം ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്നു, പിന്നെ പ്രധാനമന്ത്രിയായി. പിന്നെ 91 ഇവർ UN വന്നിട്ട് ജനാധിപത്യ രീതിയിൽ നടത്തിയപ്പോൾ അപ്പോഴേക്കും ഇത് മുഴുവൻ ഭരണം കയ്യിലെടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മാത്രമാണ് ജയിച്ചത്. 150 സീറ്റിൽ 149-48 ജയിച്ച് പ്രധാനമന്ത്രിയായി. അദ്ദേഹം തുടരാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാണ്, പോൾപോട്ടിൻ്റെ മകൻ, ഹുൻസന്റെ മകൻ. ഹുൻസൻ ഏതാണ്ട് 10-30 കൊല്ലം ഭരിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന് മകനാണ് ഭരിക്കുന്നത്. അപ്പൊ ആ ഒരു തരം ഏകാധിപത്യത്തിന് നല്ല സ്വഭാവം മാത്രമല്ല, ഏകാധിപത്യം തന്നെയാണ്. മറ്റുള്ള പ്രതിപക്ഷങ്ങളെയൊക്കെ ജയിലിലടയ്ക്കുക, അവരെ അവിടെ നിന്ന് ഓടിക്കുക. അവർ പലരും ഫ്രാൻസിൽ പോയി, ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു കംബോഡിയ. അപ്പൊ അവിടെ പോകുന്നു, അങ്ങനെ തിരിച്ചു വന്ന് അറസ്റ്റ് ചെയ്യും, ജയിലിലിടും. 1 പാർട്ടി റൂൾ, 1 മാൻ റൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ മാറിയിട്ടില്ല. ഇല്ല. സാറ് ഏത് സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നത് 2005 തുടങ്ങി 2011 വരെ. ഞാനൊരു കാര്യം പറയാട്ടോ, എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ പോയത് ഫെബ്രുവരി 14 കംബോഡിയ എൻ്റെ വാലന്റൈൻ ആയിട്ട് മാറി. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. എൻ്റെ ഞാൻ വേറെ ഒന്നും രീതിയിലല്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറി. വളരെ നിഷ്കളങ്കര്, ട്രോപ്പിക്കൽ വെതർ ആണ് അല്ലേ? അതെ. നമ്മുടെ കേരളത്തിന്റെ ചക്കാമാങ്ങ. ഒത്തിരി നേരത്തെ ജോലിക്ക് ഇറങ്ങുന്ന, 7 മണിക്ക് ജോലിക്ക് ഇറങ്ങും. വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യത്തെ ഒരാഴ്ച എൻ്റെ ഒരു ഡെപ്യൂട്ടി ഇതുണ്ട്, അദ്ദേഹം അവിടുത്തെ ലോക്കൽ സിസോവൻ എന്നാ പേര്. നാളെ 7:30 വരട്ടെ കേട്ടോ. അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങളുടെ ഒരു വലിയ കൺവെൻഷൻ ഉണ്ട്, അവിടുത്തെ ചിൽഡ്രൻസ് ഡേ ഞാൻ കണ്ട. അപ്പോൾ 100-500 കുട്ടികൾ വരും. അപ്പോൾ 7:30 വരണം. ഞാൻ ചോദിച്ചു, തമാശ പറയാതെ 7:30 എനിക്ക് പോലും ഇല്ല. നേരത്തെ സൂര്യൻ ഉദിക്കുന്നു. എന്തോ നേരത്തെ സൂര്യൻ ഇല്ല. ഇതുപോലെ തന്നെ ഒരു 6 മണി. ഇത് ഫ്രഞ്ച് അല്ല, ഇത് കർഷകരുടെ രീതിയാണ്. കാരണം അവർ നേരത്തെ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് കൃഷിക്ക് പോയി കൃഷി ചെയ്ത് മടങ്ങി വന്ന് പിന്നെ ഉച്ചയ്ക്ക് ഒരു 12 കൃത്യം 12 ഉച്ച 12 മണിക്ക് റോഡൊക്കെ സ്തംഭിക്കും, എല്ലാവരും ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ ഉണ്ട്, സിയസ്ത ഫ്രഞ്ചുകാരുടെ. അത് കഴിഞ്ഞിട്ട് ഒരു 3-3:30 ആകുമ്പോഴേ പിന്നെ ഓഫീസിലൊക്കെ പതുക്കെ വന്ന് പിന്നെ ഒരു 6 ഉച്ചയ്ക്ക് വലിയ ഗ്യാപ്പുണ്ട്. അത് ആ സമയം ഈ 12 മണിയോട് അടുത്ത് നിങ്ങൾ അവരെ എൻ്റെ ഡെപ്യൂട്ടിയുടെ പോലും വീട്ടിലേക്ക് ഓഫീസിലേക്ക് എന്തെങ്കിലും കാര്യം പറയാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മുഖമൊക്കെ ഇങ്ങനെ ചുമന്ന് പോകും. ഇങ്ങനെ 12 കഴിഞ്ഞ് 1 മണിയൊക്കെ ആയി അവർ നമ്മുടെ ഈ കുടിയന്മാർ രാവിലെ കൈ വേർക്കുന്നത് അതുപോലെയാ. കാരണം അവർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവരുടെ സമനിലയൊക്കെ തെറ്റിപ്പോകും. അപ്പം അങ്ങനത്തെ ഒരു ആ കർഷകരുടെ ഒരു രീതിയാണ്. ഉച്ചയ്ക്ക് വെയിലുള്ള സമയത്ത് വിയറ്റ്നാമിൽ പോയിരുന്ന അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവര് 7 മണിക്കൊക്കെ വണ്ടി വരണം. അപ്പൊ ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഞാൻ ആ കഥയൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു 7:30 എത്തണം. അവിടുത്തെ കംബോഡിയാന എന്ന് പറഞ്ഞ അവിടുത്തെ ഏറ്റവും
അന്നത്തെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലാണ്. 7:30 ഞാൻ തമാശ പറയാം, അല്ലെങ്കിൽ ഇത് ഞാനൊരു 6:45 7 പതുക്കനെ എൻ്റെ ഒരു 7:15 ഇദ്ദേഹം എന്നെ വിളിക്കുക, സർ വേറെ അയ്യോ വേറെ ഞാൻ വരുന്നുണ്ട്. അല്ല അവർ സാറിന് അധികം ഒന്നും വിളിക്കില്ല, മിസ്റ്റർ ജോസഫ് വേറെ അയ്യോ. അപ്പോൾ അവസാനം ഓടി പിടിച്ച് അവിടെ ഒരു 7:45 എത്തി. ഇപ്പോൾ ഇയാളിങ്ങനെ വിറയ്ക്കുക, കാരണം അവിടുത്തെ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അദ്ദേഹമുണ്ട്, ലേബർ മിനിസ്റ്ററും ഉണ്ട്, ഒരു വിമൻ്റെ എന്തൊരു മിനിസ്റ്ററുണ്ട്. അങ്ങനെ 3 മന്ത്രിമാരും ഞാനുമാണ്. ഒരു വലിയ അവിടുത്തെ ഏറ്റവും വലിയ കംബോഡിയാന 5 സ്റ്റാർ ഹോട്ടലത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്ററിൽ. അപ്പോൾ 7:45 എത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരിഭ്രാന്തിയായിട്ട് നിൽക്കുക. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകും. മറ്റേ വലിയൊരു ഇതിൻ്റെ ഒരു 100 ഇരട്ടി വലിയൊരു ഹാളാണ്. അപ്പോൾ ഈ ഹാളിൻ്റെ ആ അറ്റത്താണ് ഡോറ്. അപ്പോൾ ഡോറ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ എന്താ, അവിടെ സ്റ്റേജിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഇയാളുടെ പേര് എഴുതി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കംബോഡിയ, അപ്പുറത്തെ ലേബർ മിനിസ്റ്റർ കംബോഡിയ, പിന്നെ വിമൻസ് മിനിസ്റ്റർ കംബോഡിയ. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അടുത്തൊരു വലിയ കസേര, ഒരു ത്രോൺ, ഒരു എന്താ പറയുക, ഒരു രാജാക്കന്മാരുടെ ഇതുപോലത്തെ ഒരു കസേര. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എൻ്റെ കസേര കാലിയായിട്ട് കിട്ടും. മുമ്പിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ MP ജോസഫ് ILO UN എഴുതിയിട്ട് അത് കാലിയായിട്ടിരിക്കുന്നു. കയറുമ്പോൾ 100-500 കുട്ടികൾ, അവിടെ നീല യൂണിഫോമാണ്, നമ്മുടെ പണ്ടത്തെ നീല സ്കർട്ടും വെള്ള ഷർട്ടും, പിന്നെ ആൺകുട്ടികൾ നീല പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് 100-500 കുട്ടികൾ ഈ ഹാള് നിറഞ്ഞിരിക്കുന്നു. ഈ വാക്ക് ഓഫ് ഷെയിം എന്നൊക്കെ പറയില്ലേ, ഈ നാണം കെട്ട നടത്തം. അപ്പോൾ ആ ഹാളിൻ്റെ ഏറ്റവും അറ്റത്തെ വാതിലിൽ നിന്ന് ഈ സ്റ്റേജ് വരയ്ക്കായിരുന്നു എൻ്റെ വാക്ക് ഓഫ് ഷെയിം. നാണം കെട്ടൊരു എല്ലാവരും നോക്കിയിരിക്കുന്നു, എന്നെ കൈയടിക്കുന്നത് ഒരു കയറി ചെന്ന് എല്ലാവരും വളരെ മര്യാദയാണ്, അബ്സല്യൂട്ട്ലി പൊളൈറ്റ്. ഈ 7:45 7:50 ആയി അവിടെ കയറി ഞാനിരിക്കും. ഒറ്റ മനുഷ്യനൊരു കുറ്റവും പറയലോ ഒന്നുമില്ല, കയ്യടി. പക്ഷേ ഈ വാക്ക് ഓഫ് ഷെയിം, ഈ നാണം കെട്ടൊരു നടത്തം 15 മിനിറ്റ്സ് ഇത്രയും നാണം കെട്ടൊരു. അതിനുശേഷം ഞാൻ നമ്മുടെ ഇന്ത്യയിലൊക്കെ 10:30 മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10:30 സാറെന്താ ഇവിടെ 10:30 എന്താ സാർ അല്ല ഇവിടെ മീറ്റിംഗ് 10:30 പറഞ്ഞിട്ടില്ല. അതിനാണോ അത് കുറച്ചുകൂടി അവിടെ 10:30 എന്ന് പറഞ്ഞാൽ 10:30 7:00 എന്ന് പറഞ്ഞാൽ അന്നാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ല, അവിടെ കറക്റ്റ് ആയിട്ട് ഇന്ത്യൻ സ്ട്രെച്ചിങ് ടൈം വെരി വെരി പങ്ക്ച്വൽ, എക്സ്ട്രീംലി അത് മറ്റേ ഫ്രഞ്ചുകാർ പഠിപ്പിച്ചതാണ് നമുക്ക് ബ്രിട്ടീഷുകാർ. ഇത്രയും ഈ യഥാ രാജ തഥാ പ്രജ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്ക് ഡിസർവ് ചെയ്യുന്ന ഭരണാധികാരികളെ നമുക്ക് കിട്ടൂ എന്നൊരു ഭയങ്കര രസകരമായ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇത്രയും നിഷ്കളങ്കരായ മനുഷ്യർക്ക് എന്താ ഇത്രയും ദുഷ്ടരായ ഭരണാധികാരി കിട്ടുന്നത്? തഥാ രാജ തഥാ പ്രജ, അത് അവിടെ അല്ല, ഇത്രയും നിഷ്കളങ്കരായ ഒരു ക്രൂരമായിട്ട് ഭരിക്കുന്നവരാണ് കാണുന്നത്. നമ്മൾ കേരളത്തിലുള്ള നമ്മൾ മലയാളി കുറച്ച് വിഗ്ര ബുദ്ധികൾ നന്നായി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയായിരുന്നു. നമ്മൾ ഇതൊന്നും അധികം സമ്മതിക്കില്ല, ആവശ്യമാണ്. അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കായിപ്പോയി ഇതേപോലത്തെ ഭരണാധികാരികളെ നമുക്ക് കിട്ടും. വടക്കേന്ത്യയിലൊക്കെ അതെല്ലാം സംഭവിക്കും. അവരൊക്കെ നിഷ്കളങ്കരാ, അതാണ് അവർക്ക് ഈ തരത്തിലുള്ള ഭരണം കിട്ടുന്നത്. കംബോഡിയയുടെ കറൻസി വാല്യൂ എങ്ങനെയുണ്ട്? വാല്യൂ കംബോഡിയയുടെ കറൻസി ബാട്ട് എന്ന് പറയും. വാല്യൂ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 4300 ബാട്ടാണ് $1 മറ്റോ. 43 ബാട്ടാണ് $1 എന്നാ അങ്ങനെ എന്തോ ആണ്. വളരെ ഒട്ടും അവിടെ ഡോളറാ കറൻസി, ഡോളറാ. പിന്നെ ATM-ലൊക്കെ ഡോളറാ കിട്ടുമല്ലോ. അതാണ് എല്ലാവരും. ഇപ്പുറത്ത് ഒരെണ്ണം ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ ബാട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കംബോഡിയൻ. പക്ഷേ നോട്ടും ലക്ഷത്തിന്റെ ഒക്കെ ഉണ്ടാവും. പിന്നെ ലക്ഷമൊന്നുമല്ല, എന്താണ് അവിടെ കോടിയില്ല, അല്ലെങ്കിൽ ദശലക്ഷത്തിന്റെ ഒക്കെ നോട്ടുകളുണ്ടോ. പിന്നെ 1 മില്യൺ കംബോഡിയൻ രസമായിരിക്കും. ചായ കുടി അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കൊണ്ടുവന്നേനെ. 10 ലക്ഷം രൂപ ചായ കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. അതെ. ആ സമയത്ത് അവിടെ സുനാമിയും കുറെ പ്രശ്നം ഉണ്ടാക്കി തോന്നുന്നു. ഇല്ലല്ലേ? സുനാമി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. സുനാമി 2001 ആയിരുന്നേ ഞാൻ പോയപ്പോ. വിയറ്റ്നാം കംബോഡിയൊക്കെ ശരിക്കും സുനാമി അടിച്ചിരുന്നു. പക്ഷെ ഇതിന് അത് കോസ്റ്റ് ലൈൻ അധികം ഇല്ല, കൂടുതൽ ഇതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതാ, എൻ്റെ ഫെബ്രുവരി 14 ഞാൻ അവിടെ ലാൻഡ് ചെയ്തത്. കംബോഡിയൻ്റെ വാലന്റൈനായിട്ട് മാറി. ഞാനുണ്ടായിരുന്ന 7 കൊല്ലം എനിക്ക് അത് ഒരു പ്രത്യേകിച്ചൊരു പ്രേമബന്ധമായിരുന്നു. അത്രയും പ്രിയപ്പെട്ടതാണ്. ആദ്യം പിന്നെ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കോപ്പി. പുസ്തകത്തിൻ്റെ പേര് മൈ ഡ്രൈവർ ടു ലോങ്, TULONG. ബുലോങ് എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു.
ആ ഡ്രൈവറെ ആസ്പദമാക്കി ഡ്രൈവറെ സെൻറ്റർ ചെയ്തുകൊണ്ട് അവിടെ ഞാൻ കണ്ട പല വ്യക്തികളെ കുറിച്ച് ഓരോരോ ചാപ്റ്റർ എഴുതി അതൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മൈ ഡ്രൈവർ ടു ലോങ് ആൻഡ് അതർ ടോൾ ടെയിൽസ് ഫ്രം എ പോസ്റ്റ് പോൾ പോട്ട് കണ്ടംപററി കംബോഡിയ എന്നാണ് പുസ്തകത്തിന് മൈ ഡ്രൈവർ ടു ലോങ്. അതിപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഇറ്റ്സ് അത് ആ പുസ്തകത്തിൽ ഞാൻ അവിടെ കണ്ട, ഞാൻ അവിടെ അനുഭവിച്ച ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകമാണ് മൈ ഡ്രൈവർ ടു ലോങ്. ഒരു സമ്പൂർണ്ണ ജനാധിപത്യം ഒന്നും അടുത്ത കാലത്തൊന്നും സ്വപ്നം കാണാം? സമ്പൂർണ്ണ ജനാധിപത്യം ഒന്നും തമാശ പറയല്ലേ സമ്പൂർണ്ണ കറക്റ്റ് മറുപടിയാണ് സാർ. ആ വാക്ക് പോലും പറയുമ്പോൾ സാർ ഈ ഇപ്പം യുഎൻ്റെ നമ്മളിപ്പോൾ യുഎന്നെ നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുകയാണ്. അപ്പോൾ യുഎൻ അമേരിക്കൻ ഫണ്ടഡ് ആണ്, അല്ലെങ്കിൽ യുഎൻ്റെ താല്പര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ സാറ് സംസാരിച്ച രീതി വെച്ചിട്ട് നമുക്കിപ്പം കംബോഡിയ പോലുള്ള സ്ഥലത്തേക്ക് യുഎൻ്റെ ഒരു സംഘം എത്തുക എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ പോകുന്ന ഒരു ഏജൻസി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സാറ് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത്. പക്ഷേ യുഎന്നും ഇത്തരത്തിലുള്ള അമേരിക്കൻ താല്പര്യങ്ങളും മറ്റും ഒക്കെ ഉണ്ടാവാറുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഹീ ഹു പേസ് ദ പൈപ്പർ കോൾസ് ദ ട്യൂൺ. ആരാണോ ഈ മ്യൂസിക് ഇപ്പോൾ വൈകിട്ട് ഞാൻ പറയുന്ന പാട്ടുകളെ അവർ പാടും, ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, മറ്റത് പാടാൻ പറഞ്ഞാൽ മറ്റത് പാടും. അത് എല്ലായിടത്തും അത് സത്യമാണ്. അപ്പോൾ യുഎന്നിന് പണം കൊടുക്കുന്നത് US ആണ്. ഇപ്പോൾ ട്രംപ് അത് വന്ന് കുറേ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് UN ഒരു ക്രൈസിസിലാണ്. അത് UN കംബോഡിയയിൽ പണം കൊടുത്തിരുന്നതും അമേരിക്കയാണ്, US ആണ്. അതുകൊണ്ട് കൂടുതലും കുറേ കാലത്തേക്കൊക്കെ US-ൻ്റെ താല്പര്യങ്ങളാണ് അവിടെ സംരക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. US-ന് അവിടെ ഒരു വലിയ ഒരു എംബസിയൊക്കെ ഉണ്ട് ഏറ്റവും. പക്ഷേ ഈ പറയുന്ന പോലെ അതിപ്പോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അവരുടെ അവിടുത്തെ സാന്നിധ്യവും അവരുടെ സ്വാധീനവും ഒരുപാട് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ കേൾക്കുന്നതിനകത്ത് കുറച്ച് സത്യമുണ്ട്. എന്തിനെ പറ്റി? അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും. പക്ഷേ ഹുൻസൻ ഹീസ് വെരി വളരെ മലയാളത്തിൽ ക്ലെവർ എന്നുള്ള വാക്കിൻ്റെ മലയാളം എന്താണ്? കൗശലക്കാരനാണ് പല രീതിയിലും. അപ്പോൾ ഒരു വശത്ത് അമേരിക്കയിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ വാങ്ങിക്കും, മറുവശത്ത് ചൈനയിൽ നിന്ന് ഇവർ രണ്ടുപേരെയും ബാലൻസ് ചെയ്തുകൊണ്ട് ചൈനയിൽ നിന്ന് കിട്ടേണ്ടത് ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്ന്. ഒരു ബോർഡർ ഉണ്ടോ? ഇല്ലല്ലോ. ചൈന കംബോഡിയ ആയിട്ട് ബോർഡർ ഇല്ല. ലാവോസ് ആയിട്ടുണ്ട്. ലാവോസ് PDR, പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ലാവോസ്. പിന്നെ ഒരു വശത്ത് തായ്ലൻഡായിട്ട് അവരുടെ ബന്ധങ്ങൾ വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ചൈനയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന. ഒരു വശത്ത് അമേരിക്ക. അപ്പോൾ യു പ്ലേ വൺ അഗൈൻസ്റ്റ് ദി അതർ, ഒരാളെ മറ്റേ ആളെ ആയിട്ട്. അതിൽ ഒരു വിജയകരമായിട്ടുള്ള ഒരു നയതന്ത്രമായിരുന്നു അദ്ദേഹം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. സോ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഇവരെന്തെങ്കിലും കയറ്റുമതി ചെയ്യുന്നുണ്ടോ? കയറ്റുമതി ചെയ്യുന്നത് കാർഡമം നല്ല രീതിയിൽ കയറ്റുമതി ചെയ്യുന്നത്. കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു സിന്തൈറ്റൊക്കെ അവിടുന്ന് വാങ്ങുന്നുണ്ട്. കറൻസി റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല വില കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ടൂറിസം, അവിടെയാണ് ഈ അങ്കോർ വാട്ട് ഉള്ളത്. അങ്കോർ വാട്ടാണ് ലോകത്തിലത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം. ഇതൊരു ഹൈന്ദവ രാഷ്ട്രമായിരുന്നു 1000 കൊല്ലം മുമ്പ് വരയ്ക്ക്. പിന്നീടാണ് ബുദ്ധമതം സ്വീകരിച്ച് ജയവർമ്മൻ 7 എന്ന് പറയുന്ന രാജാവ് ഒരു ഹൈന്ദവ രാജാവായിരുന്നു. 10,000, 1500, 2000 കൊല്ലം ഹൈന്ദവ രാഷ്ട്രമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഈ സംസ്കൃത ഭാഷയുടെ നല്ല ഇതൊക്കെയുണ്ട്. ജയവർമ്മൻ 7 എന്നുള്ള രാജാവ്, ജയവർമ്മൻ the 7th, ഹൈന്ദവത്തിൽ നിന്ന് ബുദ്ധമതം സ്വീകരിച്ചു. അപ്പം ഹൈന്ദവ മതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അങ്കോർ വാട്ട് എന്ന് പറഞ്ഞ് സിമ്രിയപ്പനടുത്ത്. സിമ്രിയപ്പ അവിടുത്തെ ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രതിഷ്ഠ ഏതായി അമ്പലത്തിൽ? വിഷ്ണുവിൻ്റെ രൂപം ഇപ്പോഴും ഉണ്ട് അവിടെ. 5 വലിയ ഇതായിട്ട് എന്താ പറയുക, തമിഴ്നാട്ടിലത്തെ അമ്പലങ്ങൾക്ക്. പക്ഷെ ആ രീതിയല്ല, വേറൊരു രീതിയിലാണ്, പ്രത്യേക ഒരു രീതിയിലാണ്. ഇപ്പോഴും കംബോഡിയ അറിയപ്പെടുന്ന അങ്കോർ വാട്ട് കൂടിയാണ്. അവിടെയാണ് പല ഫിലിമൊക്കെ എടുത്തിട്ടുണ്ട് അങ്കോർ വാട്ടിൽ. ഞാൻ ആ പേര് ഓർക്കത് കിട്ടുന്നില്ല. അപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് ഫിലിമുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും
ഏറ്റവും കംബോഡിയ അറിയപ്പെടുന്നത് അങ്കോർ വാട്ടിൽ കൂടിയാണ്. അവിടെ ഇപ്പോഴും ജാതി ഏതാണ്, അല്ലെങ്കിൽ ഏത് റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ ബുദ്ധിസം 90% ബുദ്ധിസ്റ്റാണ്. ഉം. ഒരു 10% മുസ്ലിംസ് ഉണ്ട്. മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഇല്ല. ക്രിസ്ത്യൻസ് ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷേ പോൾപോട്ട് വന്നപ്പോൾ പള്ളികളൊക്കെ തകർത്ത് ഓ. പള്ളികളൊക്കെ ഇതാക്കി മാറ്റി. എന്നാൽ ക്രിസ്ത്യൻസ് അധികം ഉണ്ടായിരുന്നില്ല. ഉം. ഈ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് കൊണ്ട് കുറച്ച് പേരൊക്കെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ഉം. അവിടുത്തെ എൻ്റെ പുസ്തകത്തിൽ അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയാൽ, ഞായറാഴ്ച പള്ളിയിൽ പോയാൽ ഉം. അവിടെയൊക്കെ നമ്മുടെ താഴ്ത്തേ ഇരിക്കുള്ളൂ. ഉം. താഴ്ത്തിരുന്ന് കാലിങ്ങനെ, സ്ത്രീകളൊക്കെ കാലിങ്ങനെ മടക്കി സൈഡിലേക്ക് വെച്ച്. ഒരു മച്ച് ഒക്കെ ഇരിക്കുക. ഉം. ഉം. അച്ഛൻ നിൽക്കില്ല. ഉം. ബുദ്ധമതത്തിൻ്റെ ഒരു 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 രീതി അനുസരിച്ച് അച്ഛൻ ചെറിയ ഒരു, നമ്മുടെ ഈ അൾത്താര എന്നൊക്കെ പറയില്ലേ, ഇവിടെ അച്ഛന്മാരൊക്കെ അൾത്താരയിൽ നിന്നിട്ടല്ലേ, ഉം. അവിടെ അൾത്താരയിൽ ഇരുന്നിട്ടാണ്. ആ, ആ. ചെറിയൊരു സ്റ്റൂൾ, 3 സ്റ്റൂളാണ് അൾത്താര. ഉം. അതിന് മുമ്പിൽ ബുദ്ധ മതത്തിലെ സന്യാസിമാർ ഉം. ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അവർ ഇരുന്ന് ഒരു ചെറിയ കൊരണ്ടിയിലേക്ക് ഇരിക്കുമ്പോൾ എന്തോ കൊരണ്ടി, ചെറിയ ഒരു- ആ. ഉം. ഉം. അതേപോലെ. അപ്പൊ അവിടുത്തെ ആൾത്താര, ഇവിടുത്തെ ആൾത്താരൊക്കെ അച്ഛന്മാരെ ഏറ്റു നിന്നിട്ട് വലിയ വലിയ ഇതല്ല. അവിടെ ഇതേപോലത്തെ ഒരു ചെറിയ ഡെസ്ക് പോലത്തെയാണ് ആൾത്താര. ഓക്കെ, നമുക്ക് അപ്പോൾ ഏകദേശം സാറിൻ്റെ സർവീസിൽ, സാറ് കംബോഡിയയിൽ പോയി നിന്ന് ഏകദേശം കാര്യങ്ങൾ, കഥകൾ, അവിടുത്തെ നമുക്കൊരു ചെറു വിവരണം ലഭിച്ചു. ഈ